ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഗപ്പി ഫാമിലാണുള്ളത്. ഗപ്പീസ് മാത്രമല്ല കേട്ടോ, അവിടെ ഫൈറ്ററും അതുപോലുള്ള പ്ലാറ്റ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഫിഷുകളുണ്ട് ഇവിടെ. നമ്മളെ അക്വേറിയത്തിലൊക്കെ ഉണ്ടാകുന്ന ഫിഷസ്. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലാണുള്ളത്. ഞാനിപ്പം ഫാമിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതല്ല കേട്ടോ, അവിടെ ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഗപ്പി പർച്ചേസ് ചെയ്യാൻ പെരിന്തൽമണ്ണ ഭാഗത്ത് കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൾ. അപ്പോൾ പെരിന്തൽമണ്ണയാണ് ഇത് സ്ഥലം. പട്ടാമ്പി റോഡിൽ ജസ്റ്റ് കയറിയ പാടെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷന്. അപ്പോൾ കോൺടാക്ട് നമ്പർ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ എന്ത് ചെയ്യാം, ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം. ഓക്കെ, ഇനി ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷനും സെൻഡാക്കി തരാം. ഓക്കെ, ലിങ്ക് തരാം. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഗപ്പീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല പല ഹൈബ്രിഡ് ഗപ്പീസും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡ് മാത്രം എടുത്തിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ പല വെറൈറ്റീസ് ഗപ്പീസും ഞാൻ ഇതുവരെ കാണാത്ത ഗപ്പീസൊക്കെ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് അതുവരെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഗപ്പീസൊന്നും കാണാനുണ്ടായിരുന്നില്ല. എന്തായാലും അടിപൊളി. ഫുഡ് കൊടുക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. എന്നാൽ തന്നെ മൊയിനാണെങ്കിൽ കൺട്രോൾ ചെയ്യണം. മൊയിനാണെങ്കിൽ വേണ്ട, പെല്ലറ്റ് ഫുഡുകൾ പെല്ലറ്റ് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ കൂടുതലായി കഴിഞ്ഞാലൊക്കെ ഡെഡ് ആകാല്ലേ. നമ്മൾ ഈ ഫാമിലേക്ക് കയറുന്ന അവിടെ തന്നെ എന്തുണ്ട്, ഗ്ലാസ്സിൽ വെച്ചിട്ട് അതിൽ ഒരുപാട് സെല്ലിനായിട്ടുള്ള ബ്രീഡുകളൊക്കെ ഇതിലാണ് ഇട്ടിട്ടുള്ള ആൾ. അപ്പോൾ ഒരു പെയറിന് 150 ഉണ്ട്, 60 ഉണ്ട്, 80 ഉണ്ട്. അപ്പോൾ പല റേറ്റിലും ഉണ്ട് കേട്ടോ. അപ്പോൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൾ. ഓക്കെ, നല്ല നൈസ് പാക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രീഡ് മിക്സഡ് ആയിട്ടുള്ള ഗപ്പീസാണ് ഞാൻ ഇവിടുന്ന് മേടിച്ചത്. ഓക്കെ, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഗപ്പീസ് കിട്ടി. ഗപ്പീസിനെ നമുക്ക് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, എവിടെ നിന്നാണ് അവിടെ ഭയങ്കര വലിയ ബ്രീഡറാണ് ആൾ, രക്ഷയില്ലാത്ത ബ്രീഡർ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പുതിയ പുതിയ ബ്രീഡുകൾ. അത്രയും കളക്ഷൻ കണ്ടിട്ടില്ല അവരുടെ ഷോപ്സിൽ നിന്നൊന്നും മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈപ്പൊന്നുമല്ല. നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡുകൾ, നല്ല ഡംബോയർ ഐറ്റംസ്. ഞാൻ മേടിച്ചൊക്കെ മിക്സഡാണ്, കാരണം ഞാൻ ഒറ്റ ടാങ്കിലായതുകൊണ്ട് അങ്ങനെ ഇടാണ്. പിന്നെ ഒരു ജാമോസിൻ്റെ ഒരു സാധനം സെറ്റ് ചെയ്ത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. നമുക്കിത് അവിടെ പോയിട്ട് നമ്മൾ ടാങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, പീസൊക്കെ ഇവിടെ വെക്കട്ടെ. നേരെ എന്താക്കാം, ലെറ്റ്സ് ഗോ. വഴി കിട്ടാനാണ് കാശ് ബുദ്ധിമുട്ട്. അതായത് ഈ ഒരു മെയിൻ റോഡിൽ ഇങ്ങോട്ടുള്ള ചെറിയൊരു വഴിയാണത്. ഓക്കെ, ഇത്രയും സ്മൂളായിട്ടുള്ള പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡാണ്. അതിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു ഹോട്ടലുണ്ട്. അതിൻ്റെ നേരെ ചെറിയൊരു ഗ്യാപ്പ് കൂടിയാണ് ഈ വഴി പോകുന്നത്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്, നോക്കി വന്നാൽ മതി. ഈ കാണുന്ന കപ്പീസൊക്കെ കേട്ടോ ഞാൻ മേടിച്ചത് അവിടുന്ന്. അപ്പോൾ അതിൽ ഡംബോയർ ഉണ്ട്, അതിലൊരു ഫൈറ്ററും ഉണ്ട്. ഫൈറ്റർ ഫീമെയിലും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബ്രീഡ് ചെയ്യിക്കാനായിട്ടുള്ള ഇതൊക്കെ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തത്. 2 ഡംബോയറാണ്. പിന്നെ പല വെറൈറ്റി നല്ല ടൈല് നല്ല ലെങ്ത്ത് ഉള്ളതും നല്ല വെറൈറ്റി കളേഴ്സ്, ഇന്ത്യയിൽ ഇല്ലാത്ത കളേഴ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്തത് അവിടുന്ന്.
അപ്പോൾ പല വെറൈറ്റീസും നല്ല ഹൈബ്രിഡ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. താല്പര്യത്തിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഗപ്പീസിനൊക്കെ നമ്മൾ ഈ ടാങ്കിലേക്കാണ് ഇടാൻ പോകുന്നത്. ഇതിലുണ്ട് കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിലിടാനുള്ള പ്ലാനാണ്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ, ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അൺബോക്സ് ചെയ്തിട്ട് തുറന്നു വിടാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പെയർ അൺബോക്സ് ചെയ്യാണ്. അത് ഫൈറ്ററാണ്, ഫൈറ്റർ ഫീമെയിലാണ്. ഞാൻ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ അക്വേറിയം വെള്ളത്തിൽ വെച്ചിട്ട് PHP കുറച്ച് സമയം നേരമായി. നമുക്ക് ഇത് കഴിച്ചു വിടാം. അതിനടുത്ത് അതിൻ്റെ ഫീമെയിൽസിനെ നമുക്ക് ഇതൊക്കെ തുറന്നു. എല്ലാവരും കംപ്ലീറ്റ് ആവട്ടെ. ഇതെല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് ടാങ്കിലേക്ക് സെറ്റായി. ടാങ്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മിക്സഡ് ഗപ്പി ടാങ്ക്. ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് മിക്സഡ് ഗപ്പി ടാങ്കിൻ്റെ അകത്തുള്ള കാഴ്ച. നോക്കിയിട്ട് ഇവിടെ കിടന്നിട്ട് സെറ്റാകട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബൈ.